ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന്. അതുപോലെ തന്നെയുണ്ട്. സെക്കൻഡ് ഡേ ഫ്ലോപ്പ് ആയി. പക്ഷെ ഞാൻ നെക്സ്റ്റ് ഡേ തിരിച്ചു വരുന്നതായിരിക്കും എന്ന ആഗ്രഹമുണ്ട്. നൈതിക്കുട്ടന് വയ്യാത്തതുകൊണ്ട് അവൻ ഉറങ്ങിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ എഴുന്നേറ്റില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് ഞങ്ങൾ കുളിച്ച്, പിന്നെ കുളിക്കണേക്കാൻ മുന്നേ ഞാൻ വന്ന് ബെർത്തും സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്തു, അടുക്കള അടിച്ചു വാരി തുടച്ച് പോയി കുളിച്ച് നൈതിക്കുട്ടനെ കുളിപ്പിച്ച് അവന് ഫുഡൊക്കെ കൊടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കുറേ പേര് ചോദിക്കുവേ, നമ്മൾ രാവിലെ തന്നെ ഇങ്ങനെ ചെയ്യണം, കുളിക്കണേക്കാൻ മുന്നേ എണീക്കുമ്പോൾ തന്നെ ബർത്ത് ക്ലീൻ ചെയ്യണം എന്നൊക്കെ നിർബന്ധമുണ്ടോ എന്നൊക്കെ. കിച്ചണിൻ്റെ ഇതൊക്കെ ഓരോരുത്തരുടെ ശീലങ്ങളാണ്. അപ്പം നമ്മൾക്ക് പെരുമാറുന്ന സ്ഥലത്ത് എന്താണോ വേണ്ടതെന്ന് നമുക്ക് തോന്നുന്നു അത് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെറുപ്പം തൊട്ടേ ശീലിച്ചു വന്ന ശീലങ്ങളായിരിക്കാം. ചിലപ്പോൾ ചിലവർക്ക് ചെറുപ്പം തൊട്ടേ ശീലിച്ചു വന്ന ശീലങ്ങൾ ചില ഒരു പോയിന്റിൽ അതല്ല വേണ്ടേ, ഈ ഒരു രീതിയാണ് വേണ്ടതെന്ന് തോന്നി അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് എന്താണോ വേണ്ടത്, നമുക്കൊരു സന്തോഷം, നമുക്കൊരു ഉന്മേഷമൊക്കെ തരുന്നത്, ഒരു പോസിറ്റീവ് തരുന്നത് എന്താണോ അത് നമ്മൾ ചെയ്യുക. എനിക്ക് രാവിലെ തന്നെ ഇതൊക്കെ ക്ലീനായിട്ട് കിടന്നാലാണ് എനിക്ക് സന്തോഷം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യും. കുറേ പേര് ചോദിക്കും, എല്ലാ ദിവസവും അടിച്ചു വാരി തുടയ്ക്കാറുണ്ടോ എന്നൊക്കെ. ഇപ്പം മിക്കവരും അങ്ങനെ ചെയ്യാറില്ല എന്നൊക്കെയാണ്. പക്ഷേ നമ്മുടെ അവിടെ ഉണ്ട്, എല്ലാ ദിവസവും അടിച്ചു വാരി തുടയ്ക്കാറുണ്ട് കേട്ടോ. പക്ഷേ എന്തെങ്കിലും വയ്യായ വരിക, നമുക്ക് വയ്യാത്ത ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ ചെയ്യില്ല. കാരണം നമുക്ക് വേറെ ആരും ഇല്ല ചെയ്യാനെന്നുണ്ടെങ്കിൽ നമുക്ക് വയ്യെങ്കിൽ നമ്മൾ വയ്യാത്ത പോലെ, നമുക്ക് ചെയ്യാൻ പറ്റാത്ത പോലെ ഇരിക്കും, പിറ്റേ ദിവസം നമ്മൾ ചെയ്യും. പക്ഷേ മാക്സിമം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കതാണ് ഇഷ്ടം, നമുക്കതാണൊരു എനർജി പോസിറ്റീവൊക്കെ ആയിട്ട് തോന്നുന്നത്, അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ് ശീലിച്ചിരിക്കുന്നത്, കണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതില്ലാതെ നമുക്ക് പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ നമ്മളെന്താ പറയുക, മറ്റൊരാൾ ചെയ്യുന്നത് തെറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ശീലിച്ചു വന്ന ശീലങ്ങൾ നമുക്ക് പിന്തുടരേണ്ടതായിട്ട് വരുമല്ലേ. അത് തെറ്റാണെങ്കിൽ തിരുത്തുക, അത്രയേ ഉള്ളൂ. അപ്പം നമ്മളിങ്ങനെ ചെയ്യുന്നു എന്ന് വിചാരിച്ച് എല്ലാവരും ഇതന്നെ കണ്ടിന്യൂ ചെയ്യണം ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഓരോരുത്തരുടെ രീതി എന്താണോ അതവർ കണ്ടിന്യൂ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ എഴുന്നേറ്റ് അപ്പം തന്നെ കുളിക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. ചെറുപ്പത്തിലെ മീൻസ് ഒരു പോയിന്റ് എത്തിയപ്പോൾ ഒരു 8ാം ക്ലാസ് ഒരു അഡോളസൻ എത്തിയില്ലേ, ആ ഒരു സ്റ്റേജ് അഡോളസൻ സ്റ്റേജിലെത്തിയപ്പോൾ എനിക്ക് ആരുടെ ഉപദേശം ഇഷ്ടമല്ല, ഒന്നും ഇഷ്ടമല്ല, എനിക്ക് എൻ്റെ രീതികൾ മാത്രമായിരുന്നു ഇഷ്ടം. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ അങ്ങനെയായിരുന്നു. പിന്നീടാണ് നമുക്ക് ആ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ തോന്നി ഇങ്ങനെയായാൽ പറ്റില്ല, കുറച്ചും കൂടി നല്ല രീതിയിലാവണം എന്നൊക്കെ തോന്നി നമ്മൾ തന്നെയാണ് നമ്മളെ തിരുത്തുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ രീതി പോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കുള്ള പ്രിപ്പറേഷൻസ് ഇത്രയേ ഉള്ളൂ. കായും ഉപ്പേരി, ആവോലി മുള്ളം ഫ്രൈ ചെയ്തു, പപ്പടം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വസ്ത്രത്തിൻ്റെ ഇൻവോയ്സ് കാര്യങ്ങളൊക്കെ അയക്കാനുണ്ടായിരുന്നു. അപ്പോൾ വസ്ത്രത്തിൻ്റെ കൂടുതൽ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, നമ്മൾ വീഡിയോ ചെയ്യാം കേട്ടോ. എല്ലാവർക്കും നമ്മൾ ഇൻവോയ്സ് അയക്കും, പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നവർക്ക്, എന്നിട്ടാണ് പേയ്മെൻറ്റ് ഇടുക. പിന്നെ ക്ലാസ്സൊക്കെ അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.